അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പരോള് അടുത്ത പ്രാവശ്യം എനിക്ക് കിട്ടും എന്നുള്ളത്. പക്ഷെ ഇതിനു മുമ്പ് ഞാൻ ഒത്തിരി എഴുതുമായിരുന്നു. ജയിലിലെല്ലാ മത്സരങ്ങളിലും, എഴുത്ത് മത്സരങ്ങളിലെല്ലാം എനിക്കായിരുന്നു ഒന്നാം സമ്മാനം കിട്ടിയിരുന്നത്. പൂർണ്ണ പബ്ലിക്കേഷൻ നടത്തിയ ചെറുകഥാ മത്സരത്തിലും, കണ്ണൂർ ആലാപ് എന്ന ഒരു സംഘടന നടത്തിയ ചെറുകഥാ മത്സരത്തിലും എല്ലാം എനിക്ക് ഒന്നാം സമ്മാനമായിരുന്നു. ഒരു 3-4 കഥകൾക്ക് എനിക്ക് ജയിലിൽ നിന്ന് തന്നെ ഒന്നാം സമ്മാനം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് എന്നെ കുറിച്ച് പുറലോകത്ത് അറിയുകയൊക്കെ ചെയ്തു. ഓരോ മാധ്യമങ്ങൾ വന്നു, അങ്ങനെ എൻ്റെ കാര്യങ്ങളെല്ലാം എല്ലാ പത്രങ്ങളിലും വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആണ് വീണ്ടും പരോളിന്റെ ഒരു ഇത് വന്നത്. അപ്പൊ എൻ്റെ ഈ പ്രൊബേഷൻ ഓഫീസർക്ക് ഈ പത്രത്തിൽ വന്ന ന്യൂസ് വെട്ടിയിട്ട് എനിക്ക് പ്രൊബേഷൻ ഓഫീസറുടെ റെക്കമെൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രൊബേഷൻ റെക്കമെൻഡ് വേണം പരോളിന്. അതിനയച്ചപ്പോൾ കൽപ്പറ്റയിലെ പ്രൊബേഷൻ ഓഫീസർ അന്ന് ആ പത്രത്തിൽ വന്ന ന്യൂസ് വെട്ടി എനിക്ക് വേണ്ടിയിട്ട് അയച്ച പേപ്പറിൽ ഒട്ടിച്ചിട്ട് എങ്ങനെ ഞാൻ ഈ കുട്ടിക്ക് റെക്കമെൻഡ് ചെയ്യാതിരിക്കും? ഇങ്ങനെ ഒരു എഴുത്തുകാരിക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്തില്ലേ പിന്നെ എന്താ സ്ഥിതി? അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു, ആ കുട്ടി പരോള് വരുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് റെക്കമെൻഡ് ചെയ്തു പ്രൊബേഷൻ ഓഫീസർ. പക്ഷെ ആ പ്രാവശ്യം ഒത്തിരി പേര് നമ്മുടെ നാട്ടുകാർ തന്നെ പോലീസുകാരോട് പറഞ്ഞിട്ട് അമ്പലവലി പോലീസ് സ്റ്റേഷനിൽ നിന്നും എനിക്ക് റെക്കമെൻഡ് വന്നു. അങ്ങനെ എനിക്ക് ആ പ്രാവശ്യം പരോള് കിട്ടി എന്നെ ഇറക്കാൻ വന്നു. പരോള് എനിക്ക് കിട്ടി എന്ന് ബോർഡിൽ പാസ്സായി. അഡ്വൈസറി ബോർഡിൽ പരോള് പാസ്സായി എന്നറിഞ്ഞപ്പോ തൊട്ട് എൻ്റെ ഉള്ളില് എനിക്ക് ഒരിക്കലും അത് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒരു സന്തോഷമായിരുന്നു. എന്ത് ചെയ്യണം, എനിക്ക് ഇരിക്കണോ, നിൽക്കണോ, കിടക്കണോ, കരയണോ, ചിരിക്കണോ എന്നൊന്നും അറിയില്ല. അങ്ങനെ ഒരു സന്തോഷമായിരുന്നു. ദൈവമേ, എനിക്കൊന്ന് പുറത്തിറങ്ങാലോ, എൻ്റെ അമ്മയെ കാണാൻ പുറത്തിറങ്ങാലോ, അങ്ങനെ ഒരു സന്തോഷമായിരുന്നു എനിക്ക്. അങ്ങനെയാണ് എനിക്ക് പരോള് കിട്ടുന്നത്. ആ പരോള് കിട്ടി. പരോള് ബോർഡിൽ പാസ്സായി, പക്ഷെ പരോള് ഇറങ്ങാൻ സാധിച്ചില്ല. വീണ്ടും നീണ്ടു കിടക്കുക. അങ്ങനെ ആ ഇടയ്ക്കാണ് നമ്മുടെ ഞാൻ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് അയച്ചിരുന്നു. സാർ, അങ്ങ് പറഞ്ഞല്ലോ ഇലക്ഷന് സമയത്ത് ഓരോ സർക്കാർ ഫയലുകളും ഓരോ ജീവിതമാണ്, ഓരോ മേശപ്പുറത്ത് വരുന്ന ഫയലുകളും ഓരോ ജീവിതമാണെന്ന് പറഞ്ഞല്ലോ. ഞാൻ ഈ എഴുതുന്ന അപേക്ഷ എൻ്റെ ജീവിതമാണ് സാർ. എനിക്ക് എൻ്റെ അമ്മയെ കാണാനൊരാഗ്രഹമായതുകൊണ്ടാണ് എൻ്റെ പരോളിൽ പെട്ടെന്നൊരു തീരുമാനമാക്കി ഇതാണ്. ഈ മുഖ്യമന്ത്രി ഒപ്പിട്ടാലാണ് പരോൾ ഇറങ്ങാൻ പറ്റുള്ളൂ നമുക്ക്. അങ്ങനെ ഞാനൊരു കത്തയച്ചു. അങ്ങനെ ഒരു ബോർഡിൽ പാസ്സായി ഒരു 6 മാസങ്ങൾക്ക് ശേഷം എനിക്ക് പരോള് കിട്ടി. ആ പരോള് കിട്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങി, ജയിലിന്റെ പുറത്തേക്ക്. അല്ലാതെ ഇഷ്ടം പോലെ പശുവിന് പുല്ലരിയാനൊക്കെ പുറത്തേക്ക് ഇറങ്ങുമായിരുന്നു. പക്ഷെ അതുപോലല്ല, അന്ന് ഞാൻ ആ ജയിലിന്റെ പുറത്തേക്ക് ആ ഗേറ്റ് കിടക്കുമ്പോൾ ഒരു കാറ്റാണോ എന്താണെന്ന് അറിയില്ല, ഞാൻ അങ്ങോട്ട് ഒഴുകി പോകുന്ന പോലെയായിരുന്നു.